പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ്: ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത്, പച്ചമുളക്, ശർക്കര, കോലാപ്പൂരി ശർക്കരയാണിത്, വേണ്ട പുളി, അതിലേക്ക് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായവും ഉലുവയും പൊടിച്ചത്, കറിവേപ്പില. ഇവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് പുളി തിളച്ച വെള്ളത്തിലിട്ട് അത് ശരിയാക്കാം. സ്റ്റൗവ് കത്തിക്കുകയാണ്. അപ്പം നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോകാം. പുളി ചുടുവെള്ളത്തിൽ നല്ലപോലെ തിരുമ്മിയതാണിത്. ഇതിൽ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ സ്റ്റൗവ് കത്തിച്ച് ഇഞ്ചിയും പച്ചമുളകും വറുത്തെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഇടുകയാണ്. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. കുറച്ച് നല്ല മൂത്തതിന് ശേഷമാണ് പച്ചമുളക് ഇടാൻ പോണത്. പുളി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര ചേർക്കാം. അഴുക്കൊന്നുമില്ലാത്ത ശർക്കരയാണിത്. ഇത് കോലാപ്പൂരി ശർക്കരയാണ്, നല്ല പ്യുവർ ശർക്കരയാണ്. അപ്പോൾ ഇത് ചേർക്കാം. അല്ല നമ്മൾ അച്ച് ശർക്കര ചേർക്കുകയാണെന്ന് വെച്ചാൽ അത് തിളപ്പിച്ച് നല്ല അരിച്ചെടുക്കണം, അത് കുറുകിയതിന് ശേഷം. അല്ലെങ്കിൽ കല്ല് കടിക്കും. അപ്പോൾ ഇത് നല്ല പ്യുവർ ശർക്കരയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത്. ഇവിടെ ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. മുളക് വല്ലാതെ കരിഞ്ഞു പോകും, അതുകൊണ്ട് നല്ല ഇഞ്ചി കഷ്ണങ്ങൾ മൂത്തതിന് ശേഷമാണ് ഞാൻ പച്ചമുളക് അതിലേക്ക് ഇട്ടത്. ഇവിടെ പുളിയും ചേരുവകളും നല്ലോണം തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും തയ്യാറാക്കി ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചച്ചോയൊക്കെ വിട്ടിട്ടുണ്ടായിരിക്കും. പുളി നല്ല തിളച്ച് വെന്തതിന് ശേഷമല്ലേ അതിൻ്റെ ചോയ വിടണ്ടേ. ശർക്കരയും നല്ല അലിഞ്ഞ് ചേരുവകളെല്ലാം ചേർത്ത് നല്ല പുളി തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും മൂപ്പിച്ചെടുത്ത് ചേർക്കാം. ഇതിലേക്ക് ലേശം ഉപ്പ് ചേർക്കാം, 1/4 ടീസ്പൂൺ. കാരണം പുളി നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തല്ലേ യോജിപ്പിച്ച് വെക്കാറ്. അപ്പോൾ അതിൽ ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ കൂടുതലാവും അല്ലെങ്കിൽ ഉപ്പിട്ടാൽ. ഉപ്പ് ചേർത്തു. നല്ല തിളയ്ക്കുന്നുണ്ട്. പുളിയിഞ്ചി നല്ല തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പം ഇതിലേക്ക് കായവും ഉലുവയും പൊടിച്ചത് ചേർക്കാം. പുളിയിഞ്ചി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിടാം. ഇതിലേക്ക് വറുത്തിടാം. നമുക്ക് ഗ്യാസ് കത്തിച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. കുറുകിക്കൊണ്ടിരിക്കുകയാണ്.
ഇതിലേക്ക് കടുക് ഇടുകയാണ്. ഇതിലേക്ക് മുളക് ഇടുകയാണ്, ഉണക്കമുളക്, വേപ്പിൻ്റെ ഇല. ഇനി നമുക്ക് ഈ വറുത്തത് ഇതിലേക്ക് ഒഴിക്കാം. നല്ലപോലെ കുറുകിയിരിക്കുന്നു. ഇത് മൺചട്ടി ആയതുകൊണ്ട് തീ ഓഫായി കഴിഞ്ഞാലും അത് കുറേശ്ശെ പിന്നെയും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുളിയിഞ്ചി റെഡി.